കാലം വളരെ ഫിത്നയായി പോയി. ഇന്ന് ലോകം ഫിത്നയിലേക്ക് ഓടുകയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ 5 കൊല്ലം മുമ്പുള്ള അവസ്ഥ അല്ല ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായപ്പോ. ഇപ്പൊ പെണ്ണുങ്ങള് ഓപ്പൺ ജീപ്പില് ജയിച്ചിട്ട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്, അത് മുസ്ലിം പെണ്ണ് എവിടെ എത്തി നമ്മളെ അവസ്ഥ നോക്കണം. 5 കൊല്ലം മുമ്പുള്ള അവസ്ഥ അല്ല ഇപ്പൊ ഉള്ളത്. ഇക്കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മുസ്ലിം പെണ്ണ് ജീപ്പിൽ ഓപ്പണായിട്ട് നിൽക്കുകയാണ്, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. സ്ഥാനാർത്ഥി ഓളെന്തിനാ മത്സരിച്ചാൻ പോയി? ഈ കോലത്തിലാണെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു ഹയാവില്ലാത്ത അവസ്ഥ. പെണ്ണുങ്ങൾക്കൊന്നും ഒരു ഹയാവില്ല. ഇപ്പൊ നാട്ടിലൊന്നും ആൺകുട്ടികൾക്ക് കല്യാണം ശരിയാവില്ല. എന്താ കാരണം? വീട്ടിൽ പെൺകുട്ടികളെ വരണ. എന്താ പെൺകുട്ടികളെ വരണം? ഖിയാമത്ത് നാളിന്റെ ഒരു അടയാള റസൂലുള്ള പറഞ്ഞു, അന്തലിദൽ അമത്തു റബ്ബതഹ. ഏത് അടയാളം പറഞ്ഞു കൊടുത്തും ഏത് ഹദീസിലും ഒന്നാമത്തെ അടയാളം ഇതാണ്. വീട്ടിൽ ജനിക്കുന്ന പെമ്മക്കള് മാപ്പാനി ഇമ്മാനി അടിമകളാക്കി വെക്കും. അയിലേ മാപ്പ കെട്ടിക്കാൻ ഒരുങ്ങുമ്പോ പെണ്ണ് പറയാ, എന്നെപ്പോ കെട്ടിക്കണ്ട, ഞാൻ പഠിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറിയില്ലേ? ഇന്ന് ആൺകുട്ടിയാക്ക് പെണ്ണില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പെൺകുട്ടിയാക്ക് ആണോട്ട് വേണ്ടേനോ? കാരണം പഠിക്കാൻ പോയാല് എല്ലാ സുഖവും ഉണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. നഊദുബില്ലാ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ബാപ്പ എന്ത് പറയണം? മോളെ, എന്നെ പഠിപ്പിക്കൽ എനിക്ക് ഫർളും ഇല്ല സുന്നത്തും ഇല്ല. പെണ്ണുങ്ങളെ നിങ്ങൾ കേൾക്കണത്, പെൺകുട്ടികൾ കേൾക്കണം. എന്നെ പഠിപ്പിക്കൽ എനിക്ക് ഫർളും ഇല്ല സുന്നത്തും ഇല്ല. ഹലാൽ തന്നെ ആകണമെങ്കിൽ ഒരുപാട് പണിയാണ്, ഒരുപാട് മാനദണ്ഡുണ്ട്. പിന്നെ ഹറാമാണ് ഉണ്ടാകുക. അതുകൊണ്ട് എനിക്ക് ബാപ്പാക്ക് ഫർള് എന്നെ കെട്ടിക്കലാണ് മോളെ, അതുകൊണ്ട് ഞാൻ എന്നെ കെട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടിക്കണം. അതിന് മകള് തയ്യാറാവണം. അതാണ് അള്ളാനെ അനുസരിക്കല്. അല്ല ഞാൻ പഠിച്ചാൻ പോകാന്ന് പറയലല്ല, അള്ളാനെ അനുസരിക്കല്. അങ്ങനെ ഒരു പഠനമില്ല. ബഹുമാനികൾ, ഞാൻ വിദ്യാഭ്യാസത്തിന് എതിരെന്നല്ല. പഠിക്കണമെങ്കിൽ മാനദണ്ഡുണ്ട്, അതനുസരിച്ച് പോകണം. അല്ലെങ്കിൽ പിന്നെ പഠിക്കാൻ പോകരുത്. നഊദുബില്ലാ, ലോകം ഇനി 5 കൊല്ലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇനി എന്താ ഹലാക്ക അവിടെ വരിക എന്നറിയില്ല. അള്ളാഹുവേ, ഇപ്പൊ പുത്തനത്താണിക്കലൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഡാൻസ് ആടുന്നത്, അതും ഫർദട്ടോല്. അതാ രസം. അതും ഫർദട്ട പെണ്ണുങ്ങള്, അതല്ലേ രസം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു എന്തിനെ ഫർദട്ട് എന്നാവും അത് നമുക്കറിയില്ല. അള്ളാഹു ഞങ്ങളെ കാക്കണം. അല്ലാ